ഇന്നത്തെ മാച്ചിൽ സഞ്ജു മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ സഞ്ജുവിന് സപ്പോർട്ട് കൊടുത്തത് ജൂറലായിരുന്നു. ജൂറലിന്റെ 50 രാജസ്ഥാൻ ടീമിനെ താങ്ങി നിർത്തിയത്. പരാഗും ബട്ട്ലറും ജയ്സ്വാളും പോയപ്പോൾ രാജസ്ഥാൻ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജു ജൂറലിനെ കൂട്ടുപിടിച്ച് രാജസ്ഥാന് മികച്ച വിജയം സമ്മാനിച്ചു. ഇന്ന് ജൂറൽ അവാർഡ് വാങ്ങി ചെയ്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാൻ ടീമിനെ ഇനി പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ഇന്നത്തെ വിജയത്തോടെ രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. രാജസ്ഥാൻ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഓരോ മാച്ചിലും ഓരോ താരങ്ങളാണ് ഫോം ആവുന്നത്. അതാണ് രാജസ്ഥാൻ ടീമിന്റെ പ്രത്യേകത. ഇന്നത്തെ മത്സരത്തിലെ വിജയശില്പി സഞ്ജു ആയിരുന്നു. എന്നാൽ സഞ്ജുവിന് സപ്പോർട്ട് കൊടുത്തത് ജൂറലാണ്. ജൂറലും വിജയത്തിൽ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ഇന്ന് അവാർഡ് വാങ്ങി ജൂറൽ ചെയ്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഇന്ന് അവാർഡ് വാങ്ങി ജൂറൽ ആ ഒരു അവാർഡ് സഞ്ജുവിന് കൊടുത്തു. ജൂറലിന് അറിയാം ആ ഒരു അവാർഡ് കിട്ടാൻ കാരണം സഞ്ജു ആണ്. അതുകൊണ്ടാണ് സഞ്ജുവിനോടുള്ള റെസ്പെക്റ്റിന്റെ പേരിലാണ് ജൂറൽ ആ ഒരു അവാർഡ് സഞ്ജുവിന് നേടിയത്. ജൂറൽ ഈ ഒരു IPL ഇതുവരെ ഫോം ആയിട്ടില്ല. എന്നാൽ ഇന്നത്തെ മാച്ചിൽ അടിച്ചു തകർത്തു. അതിന് കാരണം സഞ്ജു ആണ്. സഞ്ജുവിന്റെ ഒപ്പം ആര് കളിച്ചാലും സഞ്ജു അവരെ ഫോം ആക്കും. സഞ്ജു അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കും. അതനുസരിച്ചാണ് ജൂറൽ ഇന്ന് കളിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ അവാർഡ് ജൂറൽ സഞ്ജുവിന് കൊടുത്തു. എന്തായാലും രാജസ്ഥാൻ ടീം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ആർക്കും തന്നെ രാജസ്ഥാനെ തടയാൻ സാധിക്കില്ല. ലക്നൗ ടീമും രാജസ്ഥാന് മുന്നിൽ മുട്ടുമടക്കി. സഞ്ജുമൽ ബോയ്സ് ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ്. കപ്പ് രാജസ്ഥാൻ നേടുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. രാജസ്ഥാൻ ഇനി ഈസി ആയിട്ട് ഫൈനലിലെത്താം. ടേബിൾ ടോപ്പറായിട്ടാണ് ഇപ്പോൾ രാജസ്ഥാൻ നിൽക്കുന്നത്. രാജസ്ഥാൻ ഇങ്ങനെ ജയിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. അത് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.